ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ബാങ്കോക്കിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ അവസാന ദിവസമാണ് ഇന്ന്. നമ്മൾ ബാങ്കോക്ക് ഉണ്ടാവില്ല, ബാക്കി പെട്ടിയൊക്കെ അവിടെ കൊടുത്ത് റിസപ്ഷനിൽ കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് സിംഗപ്പൂർ എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകും ഗൈസ്. അപ്പം നമ്മള് നമ്മുടെ മൈക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ക്ലീനുണ്ടെന്ന് പറയും. പിന്നെ നമുക്കിനി ഭേദമാണെന്നാണ് എന്റെ വിശ്വാസം. ഓണൊക്കെ തന്നെയല്ലേ, പച്ചലായിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മുടെ വാനി വെച്ച് കാണാം ഗൈസ്. അപ്പൊ ബൈ. നമ്മൾ വാനി വെച്ച് കാണുന്ന മുമ്പ് നമ്മൾ ഹോട്ടൽ റൂം ഉണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. ഇവിടെ രാത്രി വന്ന പേടിയാണ്. ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. കാണാൻ ഫസ്റ്റ് റൂം കേശുവിന്റെ റൂമാണ്. ഇവിടെ വീടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള നമ്മുടെ റൂമിൽ. അങ്ങനെ ഒറ്റ ജെല്ലുള്ളൊന്നും കാണാൻ പറ്റൂല. മുതുക്ക് വെളിയെക്കൊണ്ട് സത്യം പറഞ്ഞ ഈ മൈക്ക് മേടിച്ച് നന്നായി. എനിക്ക് ഇത്ര കുറച്ചു വേണമെങ്കിലും സംസാരിക്കാം പ്ലീസ്. അപ്പം നമ്മൾ വാൻ എത്തിയിട്ട് വേണം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ വാനിലേക്ക് പോവുകയാണെങ്കിൽ അല്ല, എല്ലാരും വന്നിട്ട് പോകുള്ളൂ കേട്ടോ. എല്ലാരും വന്നിട്ട് വേണം കുത്ത അവിടെ. അത് എങ്ങനെ നാല് കിടന്നെന്ന് അറിയുമോ? ഞാനിത് നമ്മൾ ഇറങ്ങിയപ്പോ എല്ലാം കൂടെ കുത്തിയിട്ട് പോയി. ഗൈസ്, നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. പെട്ടിയിലെല്ലാം എടുത്ത് വെച്ചു ഗൈസ്. നമ്മൾ കയറാൻ പോട്ടോ. വാനിൽ കയറാൻ പോവാ. നമ്മൾ കയറി, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് ഡേ. നമ്മൾ ഒരിടത്ത് പോകുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ നേരെ എയർപോർട്ടിൽ പോയി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. നമുക്ക് അവിടെ ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. നമ്മളിതാ അവിടുന്ന് വണ്ടിയിലൊക്കെ ഇറങ്ങി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ നമ്മുടെ ഫ്ലൈറ്റിൽ കയറുന്ന അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ചുമ്മാ നമ്മൾ പോസ്റ്റ് അടിച്ച് ചുമ്മാ ഇരിക്കുമായിരുന്നു. നമുക്കിനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം ഗൈസ്. അപ്പം ബൈ. പിന്നെ ഗൈസ്, നമ്മളിതാ ഇവിടെ ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത് കണ്ടോ. ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല. ഇനി ഫ്ലൈറ്റ് റിവ്യൂ ആണ് ഗൈസ്. അത്യാവശ്യം നല്ലൊരു, നമ്മൾ എയർ ഏഷ്യനെക്കാട്ടി നല്ലൊരു ലെഗ് സ്പേസ് സ്കൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിലും കൂടി വെച്ചോണ്ടാട്ടോ ഇങ്ങനെ തോന്നുന്നത്. അത്യാവശ്യം നല്ല ഇത് നമ്മുടെ ലെഗ് സ്പേസ് ആയിരുന്നു. പിന്നെ സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ല കണ്ടോ. അത് ഇങ്ങനത്തെ ഒരു സീറ്റാണ്. നമ്മൾ വന്ദേ ഭാരതിൽ കയറൂലേ, അങ്ങനത്തെ ഒരു സീറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ സീറ്റാണ് ഗൈസ്. ഓക്കെ സീറ്റ്. പിന്നെ അടുത്തത് ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ട, ഇവിടെ നമ്മൾ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. നമ്മുടെ മൊബൈലിൽ നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അതിന് ഞാൻ ക്ലിപ്പിങ്സ് ഇടാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കണ്ട, ഇങ്ങനെ റിക്ലൈനർ പോലെ ചാരാൻ പറ്റും.
കണ്ട, ഇത് അമർത്തിയാൽ നമുക്ക് ചാരാൻ പറ്റും. ഇത് ഇതേപോലെയാണ് വന്ദേ ഭാരതിലുള്ളത് ഗൈസ്. പിന്നെ സേഫ്റ്റി ഇൻഫോർമേഷൻ്റെ ഒരു ബുക്കുണ്ട് ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, സൈഡിൽ 2 പേര് ഇരിപ്പുണ്ട് ഉണ്ടോ, ഒരു വിൻഡോ ഉണ്ട്. എന്താ അവിടെ ഏതോ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു QR കോഡ് കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ? അതിൻ്റെ താഴെയായിട്ട് വൈഫൈൻ്റെ ചിഹ്നം കണ്ട, ഫ്രീ വൈഫൈ. എയ്റോപ്ലെയിനിൽ ഫ്രീ വൈഫൈ ഉണ്ട് ഗൈസ്. സ്ട്രെങ്ത് ഒക്കെ അത്യാവശ്യം നല്ല വൈഫൈ ആയിരുന്നു ഗൈസ്. എനിക്ക് അത്യാവശ്യം നല്ല യൂട്യൂബൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇത് സ്കാൻ ചെയ്താലാണ് നമുക്ക് മറ്റേ ഗെയിംസും കളിക്കാൻ പറ്റുന്നത്. ഇവിടെ സീറ്റ് ബെൽറ്റ്, നോ സ്മോക്കിങ് അതിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ കാണാം. പിന്നെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സ്കൂളിലൊരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്കിത് ഗെയിംസും അത് കിട്ടുമെന്ന്. കണ്ടോ, ഒരു ആപ്പ് പോലെ എന്തോ ഓപ്പണായി വന്നിട്ടുണ്ട് കണ്ടോ. മാപ്പുണ്ട്, മ്യൂസിക്കുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ എന്തൊക്കെയോ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ ഗെയിംസിൽ ഞാൻ അമർത്തിയപ്പോൾ ബബിൾ ഷൂട്ടറൊക്കെ വന്നു. പിന്നെ ഫ്ലാപ്പി ബേർഡ്, ഞാൻ 2048 എന്നൊക്കെ പറഞ്ഞൊരു ഗെയിം. പിന്നെ ഫ്ലാപ്പി ബേർഡ്, ഇങ്ങനെ ഫ്ലാപ്പി ബേർഡ് വന്നിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, കാരണം അത് ബാനാണ്. സ്കൂട്ട് എന്തുകൊണ്ടാണ് അത് തന്നിക്കണം മനസ്സിലായി. ഞാൻ വായം പൊളിച്ചിരിക്കണം കേട്ടോ ഫ്ലാപ്പി ബേർഡ് കണ്ടിട്ട്. ഫ്ലാപ്പി ബേർഡൊക്കെ ഉണ്ട് ഗെയ്സ് ഇവിടെ. ഞാൻ കളിക്കും കേട്ടോ. ഞാൻ പിന്നെ കളിച്ചിട്ട് കാണാം ഗെയ്സ്, പിന്നെ കാണാം. ബൈ ഗൈസ്. നമ്മളിപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലാണ്. ഞാനിപ്പോൾ കാണിച്ചിട്ട് കണ്ടോ. ഇവിടെ ഒരു പൈപ്പ് ഒരു പൈപ്പുണ്ട് ഗെയ്സ്. ഒരു സ്വിച്ച് അമർത്തപ്പോൾ ഓണാവും. എന്ത് ഓഫാവ് പൈപ്പ് ഓഫാണല്ല, എന്താ ഹീറ്റ് കൂടി തന്നെ ഓഫാവ്. അങ്ങനെ ഓഫാവോ മീൻസ് അടിച്ചിട്ടൊന്നും ഓഫല്ല. ഓഫായി. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സോപ്പുണ്ട്, ലിക്വിഡ് സോപ്പ്. പിന്നെ എന്താ ചെറിയ ബാത്റൂം. ഗൈസ്, നിങ്ങൾ ബാത്റൂം റിവ്യൂ കണ്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല ഭയങ്കര ചെറിയ ബാത്റൂം കേട്ടോ. ഞാൻ ഏകദേശം ബാത്റൂം പോയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ചെറിയ ബാത്റൂമാണ്. കുഴപ്പമില്ല. ഇവിടെ ഒരു നമ്മളൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോഴൊക്കെ ഈ രാത്രി കിടന്ന് ഈ രാവിലെ ആണെങ്കിൽ നമുക്ക് ഉറങ്ങണമെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് പറ്റൂലല്ലോ, പുറത്തത്തെ ലൈറ്റ്. അപ്പം നമ്മൾ വെയിൽ പറ്റാതിരിക്കാൻ അടച്ചിടുമല്ലോ, ഒരു സാധനം അടച്ചിടുമല്ലോ. പക്ഷെ ഇവിടെ ഇങ്ങനെയല്ല. ഈ ഒരു ഫീച്ചറാണ് കേസ് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു മിനിറ്റ് ബൈക്ക് കിട്ടിയതുകൊണ്ട് ഇത് കണ്ടോ. ഇത് ആക്ച്വലി ഞാനിപ്പോൾ ഇത് ആക്കിയിട്ടതാണ്. ഇതിപ്പോൾ ഞാൻ പഴയ പിന്നെ ആക്കിയിട്ട് പതുക്കെ ആവുള്ളൂ. ഇതേപോലെയാണ് ഇത് ഇരിക്കേണ്ടത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചൊരു വൈപ്പ് മൊത്തം ഇങ്ങനെയാണ്. നമുക്ക് അത്ര നേരം സമയമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് ഈ സാധനം വേണ്ട. ഇത് ഇങ്ങനെ അമർത്തി മൊത്തം പോയാൽ ഇത് ഡാർക്കാവും. കണ്ട ഡാർക്കായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കണ്ട ഫുൾ ഒരു പർപ്പിൾ കളർ പോലെ ഒന്നും കാണാൻ പറ്റൂല. കുറച്ച് ഞാൻ കാണിച്ചു തരാം, ടൈം ലാപ്സ് ഇടാം.
കണ്ട 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 അത്യാവശ്യം ഡാർക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഇതിനും ഡാർക്കാവും പക്ഷെ കുറെ നേരം വെയിറ്റ് ചെയ്യണം. ഏകദേശം പോയപ്പോൾ നൈറ്റ് ആയി നമ്മൾ പോയതൊന്നും കാണാൻ പറ്റിയില്ല. ഏതായാലും ഇന്ന് രാത്രി 12 മണി അടുപ്പിച്ചാവും നമ്മൾ എത്തപ്പം. ഈ മൈക്ക് ആക്ച്വലി നല്ലതാണ്, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാ ഇങ്ങനെ എടുത്തോണ്ട് പോവാൻ കേസ്. ഇനി നമ്മളിപ്പോൾ എടുത്തോണ്ട് പോയിട്ട് എവിടെയെങ്കിലും വെച്ചേ ഈ കളഞ്ഞ എന്തിരിയും നമ്മൾ ഇവിടെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്ഥലത്ത് പോവുകയാണ്. ഇതിപ്പോൾ തട്ടി ഇങ്ങനെ ഇങ്ങനെ വെളിച്ചം വരും. അപ്പോൾ കളഞ്ഞ എന്ത് ചെയ്യും? എനിക്ക് അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട്, എനിക്ക് അതൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബോക്സ് കരുതുന്നതിൻ്റെ ഇത് വെക്കാൻ എന്തെങ്കിലും പൗച്ച് പോലെ എന്തെങ്കിലും കണ്ടുപിടിക്കണം കേസ്. എന്നിട്ട് പോക്കറ്റ് വെക്കണം. പോക്കറ്റ് വെച്ച് ചീത്തായി പോകാകൊണ്ടാണ്. ഇപ്പൊ കണ്ട ഫുള്ളായി അതാ ഗൈസ് കണ്ട ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അയ്യോ, സെയിൽസ് ആർ നൗ ക്ലോസ്ഡ് ഗൈസ്. ഇനി ഒന്നും മേടിക്കാനൊന്നും പറ്റില്ല, എല്ലാം ക്ലോസ് ചെയ്തു. കാരണം നമ്മളിപ്പോൾ എത്തും സിംഗപ്പൂർ തായ്ലാൻഡ് അത്യാവശ്യം അടുത്ത്. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം അല്ല, ദൂരം നല്ല കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. എന്നാലും നമ്മൾ ഫ്ലൈറ്റിലായതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് എത്തും. ഇതെന്തുവാ കേസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്തോ മൊത്തം ചെളിവെള്ളം അങ്ങനെ എന്തോ കേട്ടോ. ചെളിവെള്ളമാണെങ്കിൽ ഇനിയും കുഴപ്പമില്ല. ഇനി വല്ല ഭൂമിയിലേക്കോ അങ്ങനെ വല്ലതും ആണെങ്കിലോ. വല്ലാത്ത ലാൻഡിങ് ആയിരുന്നു. എന്നാലും സാരം എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രാൻഡ്രം.
ഏതായാലും ബാങ്കോക്കിനെ കാട്ടിക്കൊള്ളാം. ഗൈസ്, ഇവിടെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ആ വലിയ ഫൗണ്ടൻ കാണാൻ പറ്റത്തില്ല. കാരണം ആ ഫൗണ്ടൻ ഏറ്റവും മുമ്പിലാണ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്കത് കാണാൻ പറ്റത്തില്ല. C1C നമ്മൾ C17 അതുകൊണ്ട് നമുക്കിപ്പം അത് കാണാൻ വയ്യ. പക്ഷെ നല്ല രസമുണ്ട് ഗൈസ് എയർപോർട്ട്. നമ്മുടെ ബാങ്കോക്ക് എയർപോർട്ട് ഇത് കച്ചറ വരുമ്പോൾ ഇഷ്ടപ്പെടില്ല. അതിനെക്കാട്ടി ഭേദം ഇത് തന്നെ. വേണ്ട, നല്ല ലക്ഷറി ടച്ചുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. നമുക്ക് ഇന്ന് ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഇനി വീഡിയോ എടുത്ത് ശരിയാവില്ല. ഇത് ഇമിഗ്രേഷനൊക്കെ ചെയ്തിട്ട് വരാം. ബൈ. നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. സെയിം കമ്പനി സെയിം ഫ്ലൈറ്റ് സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റ് തന്നെ കേട്ടോ. ഇനി നമുക്കിനി കൊച്ചിയില്ല ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാൻ. ഇന്ന് ഏതായാലും അത്യാവശ്യം വലിയ വീഡിയോ ആയിട്ടുണ്ട്. നമുക്കിനി ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം. ഇച്ചിരി ബൈക്കപ്പം വെള്ളം മേടിച്ചു. അങ്ങനെ വെള്ളം മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊക്കക്കോള കുടിക്കാൻ തോന്നി. അങ്ങനെ കൊക്കക്കോള മേടിച്ചു. അതും $200 207 കൊക്കക്കോളയാണ് കേസ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി പിന്നെ ഒരു ദിവസം കാണാം ഗൈസ്. നിങ്ങൾ പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. ബൈ.